ഡോക്ടർ ജ്യോതിദേവ, ഇതിപ്പോൾ കുട്ടികളിൽ മാത്രമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ ബാംഗ്ലൂരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കുട്ടി, 3 മാസം പ്രായമുള്ള കുട്ടി ആശുപത്രി വിട്ടു എന്ന് പറയുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഡോക്ടർ ജ്യോതിദേവ്? എനിക്ക് തോന്നിയത് നമ്മൾ വളരെ പ്രോ ആക്റ്റീവായിട്ടാണ് ജനം ടി വി ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത്. അത് വളരെ സന്തോഷമുണ്ട്. കോവിഡ് പാൻഡമിക് സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യമായിട്ട് കോവിഡിനെ കുറിച്ചൊരു പ്രോഗ്രാം ചെയ്യുന്നത്, അതിൽ ഞാനും അതിലുണ്ടായിരുന്നു. അത് ജനം ടി വി ആയിരുന്നു. അതുകൊണ്ട് അതിന് പ്രത്യേകം കൺഗ്രാജുലേഷൻസ്. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. കാരണം ചൈനയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയിൽ ആശുപത്രികൾ നിറഞ്ഞു കവിയുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ക്രിമറ്റോറിയത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് കുഞ്ഞുങ്ങളേത് മാത്രമല്ല, നമ്മൾ ഈ വൈറസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഹ്യൂമൻ മെറ്റാനിമോ വൈറസ് 2001 നെതർലൻഡ്സിൽ കണ്ടുപിടിച്ചതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ 10-50 വർഷങ്ങളായിട്ട് അത് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത്. അതിന്റെ രോഗലക്ഷണങ്ങൾ ജലദോഷം, തൊണ്ടവേദന, പനി, അങ്ങനെ നമ്മൾ സാധാരണ ഇൻഫ്ലുവൻസ, റെസ്പിറേറ്ററി സിൻഷിഷ്യൽ വൈറസിലൊക്കെ കാണുന്നത് പോലെയുള്ള ലക്ഷണങ്ങൾ തന്നെയാണ്. അത് ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 3 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിലാണ് സാധാരണ ലക്ഷണങ്ങൾ വരുന്നത്. അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് രോഗം പിടിപെടും. ഒരാഴ്ചയ്ക്കുള്ളിൽ നിൽക്കാറുമില്ല, ലക്ഷണങ്ങൾ നിൽക്കാറുമില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു ചെറിയ ജലദോഷം പോലെ വന്നു പോകുന്ന രോഗം മാത്രമാണ്. പക്ഷേ ഈ 2024 അവസാനവും 2025 ആരംഭത്തിലും ചൈനയിലെ നോർത്തേൺ ചൈനയിൽ നിന്നും അതുപോലെ ഇപ്പോൾ ഹോങ്കോങ്ങിൽ നിന്നുമൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കുറച്ച് അധിക രോഗങ്ങളുള്ള ആൾക്കാർക്ക്, അത് 65 വയസ്സിലധികം പ്രായമുള്ള പ്രമേഹം അനിയന്ത്രിതമായിട്ടുള്ള ആൾക്കാർക്ക്, അതുപോലെ കിഡ്നി, ലിവറൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ആൾ, ശ്വാസകോശ രോഗമുള്ള ആൾക്കാർ, അങ്ങനെ മറ്റ് രോഗങ്ങളുള്ള ആൾക്കാർക്ക്, സ്റ്റീറോയിഡ് കഴിക്കുന്ന രോഗികൾക്ക്, അവർക്കെല്ലാം പൊതുവെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, പ്രതിരോധ ശേഷി കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് ബ്രോങ്കൈറ്റിസും ന്യൂമോണിയയും എൻസെഫലൈറ്റിസും ഒക്കെ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വൈറസ് കാരണമല്ല വാസ്തവത്തിൽ മരണം സംഭവിക്കുന്നത്. ഈ വൈറസ് മറ്റു രോഗങ്ങൾക്ക് കാരണമാകുമ്പോഴാണ് ഇത് വരുന്നത്. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 50 വയസ്സിന് ശേഷമൊക്കെ ഒരുപാട് വാക്സിനേഷൻസ് ഉണ്ട്. എല്ലാ വർഷവും എടുക്കുന്ന ഇൻഫ്ലുവൻസ വാക്സിൻ, അതുപോലെ ന്യൂമോണിയയ്ക്ക് കൊടുക്കുന്ന 3 വാക്സിൻസ്, ന്യൂമോണിയ വരാതിരിക്കാനായിട്ടുള്ള പ്രതിരോധം നമുക്ക് തരുന്നു. അതുപോലെ ഹെർപ്പിസിന്റെ വാക്സിൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ക്രോസ് ഇമ്മ്യൂണിറ്റിയും കൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ നമ്മൾ 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിച്ച ഇൻഫ്ലുവൻസ വൈറസ് അമേരിക്കൻ ഐക്യനാടുകൾ ഒരു വർഷം 6 ലക്ഷം പേരുടെ മരണത്തിന് ഇപ്പോഴും കാരണമാകുകയാണ്. അപ്പൊ അതിനർത്ഥം ഈ വൈറസുകളൊക്കെ വർഷങ്ങളായിട്ട് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് വാക്സിൻസിലൂടെ മാത്രമേ ഒരു പ്രതിരോധം സാധ്യമാകുകയുള്ളൂ. ഇതിന് വാക്സിൻ ഇല്ല. ഹ്യൂമൻ മെറ്റാനിമോ വൈറസിന് ഇതുവരെ ഒരു ഫലപ്രദമായ വാക്സിൻ കണ്ടുപിടിച്ചില്ല, ഫലപ്രദമായ ചികിത്സയും കണ്ടുപിടിച്ചില്ല. കാരണം അത് എപ്പോഴും മൈൽഡ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന ജലദോഷമുള്ള ആൾക്കാര്, ചെറിയ തൊണ്ടവേദന, ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുപോലെയൊക്കെ മാസ്ക് ഒക്കെ ധരിച്ച് ഒരു അകലം പാലിക്കുന്നത് നന്നായിരിക്കും. ഡോക്ടർ, 50 വയസ്സിന് ശേഷമുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് അത് ഇവിടെ ലഭ്യമാണോ? നമ്മുടെ നാട്ടില് അത് 10-30 വർഷങ്ങളായിട്ട് ലഭ്യമാണ്. നമ്മളുടെ രോഗികൾക്കെല്ലാം നമ്മൾ പലപ്പോഴും നിർബന്ധിച്ചാണ് അത് കൊടുത്തു വന്നുകൊണ്ടിരുന്നത്, ഇപ്പോഴും കൊടുത്തു വരുന്നത്. കാരണം എന്തിനാ എന്നുള്ള എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് നമ്മുടെ ആളുകൾ അവയർ അല്ല എന്ന് തോന്നുന്നു, അല്ലേ? നമ്മൾ ഒട്ടും അവയർ അല്ല. കുഞ്ഞുങ്ങൾക്കാണ് പ്രതിരോധ കുത്തിവയ്പ്പ് എന്നാണ് എല്ലാവരും കരുതുന്നത്. അങ്ങനെ അല്ല. നമ്മുടെ ആയുസ് ഒരുപാട് വർദ്ധിച്ചു വരികയല്ലേ. നമ്മളൊരു 200 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ആയുസ് നൂറ്റാണ്ടുകളോളം പരിശോധിക്കുകയാണ് എങ്കിൽ 30 വയസ്സിൽ താഴെയായിരുന്നു. പല ആൾക്കാരും ധരിച്ചിരിക്കുന്ന, അന്ന് ഞങ്ങളൊരു ചോദ്യമായിട്ടൊരു സർവേക്ക് വേണ്ടി പലരോടും ചോദിച്ചപ്പോൾ 200 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ആയുസ് വെച്ച് പലരും പറഞ്ഞത് 120 വയസ്സ്, 110 വയസ്സ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളതിന് ഞെട്ടിപ്പോയി. അപ്പൊ അങ്ങനെ ആയിരുന്നില്ല. മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ആയുസ് വളരെ കുറവായിരുന്നു. അപ്പോൾ ആയുസ് കൂടിക്കൂടി വന്നത് ആന്റിബയോട്ടിക്സും പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ കൊണ്ടാണ്. അപ്പൊ നമുക്ക് ആയുസ് കൂടി 50 വയസ്സും 60 വയസ്സും കഴിഞ്ഞപ്പോൾ ഏകദേശം 75 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് 50 വയസ്സിന് ശേഷം ഒരുപാട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ആവശ്യമായിട്ട് വരികയാണ്. ആ വാക്സിൻസ് നമ്മൾ ഇൻഫെക്ഷൻസിന് വേണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ പോലും ആ വാക്സിൻസ് ഹൃദ്രോഗവും സ്ട്രോക്കും കിഡ്നി ഫെയിലറും ഒക്കെ തടയുകയാണ്. കാരണം ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടാണ് പിന്നെ പല രോഗങ്ങളും നമുക്ക് വരുന്നത്. അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൂടുതൽ ഒരു അവബോധം ഈ പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ച്, പ്രത്യേകിച്ചും ഈ
50 വയസ്സിന് ശേഷമുള്ള കുത്തിവയ്പ്പുകളെ കുറിച്ച് വേണം എന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ നേരത്തെ പറഞ്ഞു ഈ പ്രമേഹ ബാധിത മാത്രമല്ല മറ്റ് അസുഖങ്ങൾ, ഈ കിഡ്നി പേഷ്യൻസ് അവരെയൊക്കെയാണ് ഇത് ഗുരുതരമായിട്ട് ബാധിക്കുക എന്ന് പറഞ്ഞു. ഇപ്പോൾ നോക്കൂ, ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെല്ലാം കുട്ടികളിലാണ് ഡോക്ടർ. അതെന്തുകൊണ്ടാണ്? അതായത് നമ്മൾ ഈ ജലദോഷം, തൊണ്ടവേദന, പനി തുടങ്ങിയ ആ രോഗലക്ഷണങ്ങൾ വരുത്തി തീർക്കുന്നതിൽ ഏകദേശം 15% രോഗങ്ങൾ വരുത്തി തീർക്കുന്നത് ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് തന്നെയാണ്. അപ്പൊ അത് 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിലാണ് ഇത് സാധാരണ കണ്ടുവരുന്നത്. അത് ഒരുപക്ഷെ ഗുരുതരമായി മാറാൻ സാധ്യതയുള്ളത് ഈ കൊച്ചു കുഞ്ഞുങ്ങളിലാണ്. പക്ഷെ നമ്മുടെ നാട്ടില് ഈ 2-3 റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളിലാണ് എങ്കിൽ കൂടിയും പ്രായമുള്ള ആൾക്കാരിൽ ഒരുപാട് പേർക്ക് ഇത് ഉണ്ടായിരിക്കാം. കാരണം ഈ റിപ്പോർട്ട് ചെയ്ത കുഞ്ഞുങ്ങൾ ആരും തന്നെ വിദേശത്ത് സഞ്ചരിച്ചിട്ടില്ല, അവർക്ക് ആ കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ അത് തന്നെയാണ് നമുക്ക് ആശങ്കയ്ക്ക് വക നൽകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കാര്യം ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന കോഡ് പോലെ തന്നെ നമുക്ക് അത്ര എളുപ്പമുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ചൈനയിലെ നമ്മുടെ ഇപ്പൊ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ മുതിർന്നവർക്ക് ഒരുപാട് പേർക്ക് ഈ രോഗം വന്നിരിക്കുകയാണ്. ചില റിപ്പോർട്ടുകൾ പ്രകാരം കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നതും 65-70 വയസ്സും പ്രായമുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായമുള്ള മറ്റ് രോഗങ്ങളുള്ളവർക്കാണ്. അതുകൊണ്ട് ഈ ജനൻ ടി വി ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മുടെ പ്രിക്കോഷൻ, നമ്മുടെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിന്റെ പ്രത്യേകത നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾക്കാർ പാർക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ നമുക്ക് ലോഞ്ചിവിറ്റി, ലൈഫ് സ്പാൻ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് പ്രായമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കൂടുതൽ പ്രിക്കോഷൻസ്, പ്രതിരോധ നടപടികൾ എടുത്തിരിക്കുക തന്നെ വേണം. HMP വൈറസ് ബാധ നേരത്തെ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? മറ്റേതെങ്കിലും അതിൻ്റെ വകഭേദമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? HMP വർഷങ്ങളായിട്ടുള്ള ഒരു വൈറസാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20-23 വർഷങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു വൈറസാണ്. പക്ഷേ കൊറോണ വൈറസ് നമുക്ക് നേരത്തെ അറിയാവുന്നതായിരുന്നല്ലോ. കോവിഡും പുതിയ വൈറസ് ആയിരുന്നു. പക്ഷെ അതിന്റെ ഭാവം മാറി, രൂപം മാറി, അതിന്റെ തീവ്രത മാറി. അപ്പോൾ ഈ വർഷം അത് പെട്ടെന്ന് 2024 അവസാനത്തോടു കൂടി അതിന്റെ തീവ്രതയിൽ ഒരു വ്യത്യാസം വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചൈനയിൽ നിന്ന് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നതും നമ്മൾ ഇനി ഒരുപക്ഷെ അതിനെ പ്രത്യേകിച്ച് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റുകൾ, ഇപ്പോൾ നമ്മുടെ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ പോലെയുള്ള റാപ്പിഡ് ടെസ്റ്റുകളെല്ലാം നമ്മൾ അതിനുവേണ്ടി കോവിഡ് സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്തതുപോലെ നമുക്കത് ആവശ്യമായിട്ട് ചിലപ്പോൾ വന്നേക്കാം. തൽക്കാലം നമ്മൾ എല്ലാവരോടും പറയുന്നത് ഭീതി വേണ്ട, ആശങ്ക വേണ്ട എന്നൊക്കെയാണ്. പക്ഷെ തീർച്ചയായിട്ടും ജനൻ ടി വി പ്രോഗ്രാം നടത്തുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ഡോക്ടേഴ്സിന്റെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു സന്ദേശം നേരത്തെ തന്നെ ജനങ്ങളിൽ എത്തിക്കണം. ഈ വൈറസ് പണ്ട് മുതലേ ഉള്ള വൈറസ് തന്നെയായിരുന്നു. ആ വൈറസ് നമ്മൾ ഭയപ്പെട്ടിരുന്ന വൈറസ് ആയിരുന്നില്ല. അത് കൊറോണ വൈറസ് പോലെ തന്നെ ഇതും ഉറങ്ങിക്കിടന്നിരുന്ന ഒരു വൈറസ്, ഒരു 4-5 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ചുമയും ജലദോഷവും മാത്രം ഉണ്ടാക്കിയിരുന്ന ഈ വൈറസ് ഇപ്പൊ പെട്ടെന്ന് ന്യൂമോണിയയും അതുപോലെ തലച്ചോറിൽ ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു തീവ്രതയേറിയ ഒരു വൈറസിന്റെ ഒരു ഭാവം ഇതിനിപ്പോ നൽകിയിരിക്കുകയാണ്. അതിന് അങ്ങനെ രൂപാന്തരം സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള ടെസ്റ്റുകളും ഒരുപക്ഷെ അതിനുവേണ്ടിയുള്ള മരുന്നുകളൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരാം. ചൈനയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് തീർത്തും അറിയില്ല, അത് എത്രത്തോളം ശരിയാണ് എന്ന് അറിയില്ല. ഒരുപാട് വീഡിയോസ് കാണുന്നു, ഒരുപാട് റിപ്പോർട്ടുകൾ കാണുന്നു. അതൊക്കെ ശരിയാണ് എങ്കിൽ നമ്മൾ 5 വർഷം മുമ്പ് ഭയന്നിരുന്നത് പോലെ 2-3-4 മാസങ്ങൾ കഴിയുമ്പോൾ അത് ലോകമെമ്പാടും പടരാം. പക്ഷെ അങ്ങനെ ആകാതിരിക്കട്ടെ. നമുക്ക് അതിനു മുമ്പ് തന്നെ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുവാനും അതിനുള്ള ടെസ്റ്റുകളും അതിനുള്ള മരുന്നുകളൊക്കെ കണ്ടുപിടിക്കാനും സാധിക്കും എന്നാണ് എനിക്ക് പ്രതീക്ഷ.